ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ നാളെ കണ്ണൂരിൽ സോമനാഥ ക്ഷേത്ര ജ്യോതിർലിംഗ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കും. ചരിത്രപ്രസിദ്ധമായ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിലെ 1000 വർഷത്തിലധികം പഴക്കമുള്ള ദിവ്യ ജ്യോതിർലിംഗം വൈകുന്നേരം 5:30 കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക വേദിയിലാണ് ഉണ്ടാവുക. ശ്രീ രവിശങ്കറിന്റെ പ്രധാന ശിഷ്യനായ സ്വാമി സദ്യോജാതയുടെ നേതൃത്വത്തിലാണ് ദർശന സൗകര്യം ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജ്യോതിർലിംഗം, അതായത് സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ശരിക്കും 1000 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് ഗസ്നി എന്ന ഒരാളുടെ ആക്രമണത്താൽ ജ്യോതിർലിംഗം താറുമാറായി പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോഴുള്ള അവരുടെ പൂജാരികളും മറ്റുള്ളവർ കാത്തു സൂക്ഷിക്കുകയും അവരുടെ തലമുറകൾ കൈമാറി അതിപ്പോഴുള്ള ഒരു തലമുറയാണ് അത് ശ്രീ രവിശങ്കറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം അത് 11 പീസായിട്ടാണ് അത് ഛിന്ന ഭിന്നമായി പോയത്. അതിൻ്റെ 4 പീസാണ് തമിഴ്നാട്ടിലുള്ള പരമ്പരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശ്രീ രവിശങ്കറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഈ വർഷം പുനഃപ്രതിഷ്ഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജ്യോതിർലിംഗം ഈ ഇന്ത്യയിലെ സകല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ട് ആളുകൾക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് രുദ്രപൂജയും ഇവിടെ കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത തിങ്കളാഴ്ച മാർച്ച് 17-ാം തീയതി വൈകിട്ട് 5:30 പ്രോഗ്രാം. ഈ രുദ്രത്തിലാണ് നമ്മൾ പൂജ ചെയ്യണത്. പുതിയ ഈ ജ്യോതിർലിംഗ രുദ്രത്തിൽ അതിലാണ് രുദ്രപൂജ ചെയ്യണത്. അപ്പോൾ അത് വൈകിട്ട് 5:30 തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പബ്ലിക്കുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ജ്യോതിർലിംഗം കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ ഭാരതത്തിൽ മുഴുവൻ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു ഭാഗ്യം ശരിക്കും നമുക്ക് കേരളത്തിനാണ് അത് ലഭിച്ചിരിക്കുന്നത്. രാജേഷ് കൃഷ്ണ തെക്കൻ, PK രാജേഷ്, സഞ്ജു മോഹൻ, P അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.